നമഃ. ഓം തത്സത്. ശ്രീകൃഷ്ണ ധ്യാനസ്തോത്രത്തോടുകൂടി കടലായി ശ്രീകൃഷ്ണൻ്റെ തിരുസന്നിധിയിൽ നിത്യപാരായണമായ കൃഷ്ണഗാഥാ പാരായണം. ഇന്ന് 25-ാമത്തെ ദിവസം, ചിങ്ങമാസം 24-ാം തീയതി. ഗാണ്ഡവദാഹമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ധ്യാനശ്ലോകം. കേരളക്കരയിൽ ഉത്തരാഗ്രഭുവി കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലിൽ പാലഭൂതിലകമായി മേവിടുന്നൊരു ദേശമായ കടലായി മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗാണ്ഡവദാഹത്തിൽ 88-ാമത്തെ ലൈൻ. ഓം തത്സത്. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഇന്നീര തന്നൂടെ പുഞ്ചിരിയായൊരു ചന്ദ്രികാമയിൽ പാരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളുവാൻ. കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുമെൻ ആർത്തിയെ തീർത്തു തുണയ്ക്കേണമേ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തീരുന്നവരെ വായിക്കാം, അതല്ലേ പറ്റൂ. നിർത്തുന്ന ചിങ്ങമാസവും കന്നിമാസവും വായിച്ചിട്ട് നാരദനിങ്ങനെ ചൊന്നതു കേട്ടോരു വാരിജലോചനൻ ചിന്തിച്ചപ്പോൾ ഉദ്ധവ തമ്മോടു കൂടി നിരൂപിച്ചിട്ട് ഉത്തമമായതുറച്ചു. പിന്നെ മന്നവന്മാരുടെ ദൂതനെ തന്നെയും ഖിന്നത പൊക്കിയയച്ചു നേരെ. നാരദൻ ചൊല്ലിന കാര്യം പൂരിപ്പാൻ നാനാജനങ്ങളുമായി ചെമ്മേ യാത്ര തുടങ്ങിനാൻ. വാർത്താരിൽ മാതേത്തൻ ഗാത്രത്തിൽ ചേർക്കുന്ന ഭാഗ്യമുള്ളോൻ. ധന്യങ്ങളായുള്ള ദേശങ്ങൾ ഓരോന്നേ പിന്നിട്ടു പിന്നിട്ടു പോയി പാണ്ഡവ മന്ദിരം തന്നോടെ ചാരത്തു പാരാതെ ചെന്നങ്ങണഞ്ഞുതായി. തോയധലോചനൻ വന്നതു കണ്ടപ്പോൾ തോയുന്ന ദോഷത്തെ പൂണ്ടു മേന്മേൽ മംഗലപാണികളായിട്ടു ചെന്നങ്ങു സംഗമിച്ചിടിനാർ പാണ്ഡവന്മാർ. കന്മഷം വേരറ്റു നിർമ്മലനായിട്ടു സമ്മതനായൊരു ധർമ്മജൻ താൻ കൊണ്ടൽ നിർവർണ്ണനെ കണ്ടോരു നേരത്തു മണ്ടിയണഞ്ഞു പിടിച്ചു പൂണ്ടാൻ. ഉണ്ടായ മോദത്താൽ തൊണ്ടയും കമ്പിച്ചു മിണ്ടുവാൻ വല്ലാതെ നിന്നാനൊട്ടെ. ഭീമൻ തുടങ്ങിന സോദരന്മാരുമങ്ങാമോദം പൂണ്ടു പിടിച്ചു പൂണ്ടാർ. പിന്നെ എങ്ങെല്ലാരും ഒന്നിച്ചു നിന്നിട്ടു ധന്യമാ മന്ദിരം പോകും നേരം. കാർവർണ്ണൻ തന്നൂടെ കാന്തിയെ കാൺമാനായി കാമിച്ചു നിന്നുള്ള കാമിനിമാർ. ബാലകം പൂണ്ടുള്ള മാടങ്ങൾ തന്നീടെ ചാലിച്ചെന്നെല്ലാരും നിന്നു നന്നായി. കണ്ണുകളുണ്ടായ കാര്യം പാരാതെ പുണ്യങ്ങൾ പൂണ്ടു ലഭിച്ചാരപ്പോൾ ധർമ്മജൻ തന്നൂടെ സമ്മാനം പൂണ്ടുള്ളൊരംബുജരോചനൻ എന്ന നേരം
പങ്കജം വെല്ലുന്ന പാദങ്ങൾ കൊണ്ടെങ്ങും മംഗലം ചെയ്താന മന്ദിരത്തിൽ ഒട്ടുനാളിങ്ങിനെ തുഷ്ടിയും പൂണ്ടു നിഷ്ഠരുമായി വസിക്കും കാലം പാണ്ഡവ വീരന പാർത്തലും താനുമായി ഗാണ്ഡവമാകിന കാനനത്തിൽ പോയെങ്ങു പോകിനാൻ തോയ ജലോചനൻ നായാട്ടുലീലയെ കൊലുവാനായി കാനനം പൂകിന കാർമുകിൽ വർണ്ണൻ താൻ ജ്ഞാനം കൊണ്ടുണ്ടായ ദീനം പോവാൻ സത്സംഗിയായ ധനഞ്ജയൻ തന്നോട് ഉത്സംഗം തന്നിൽ വച്ചുത്തമാംഗം മുദ്രിതലോചനായി കിടന്നിട്ടു നിദ്രയെ പൂണ്ടു തുടങ്ങും നേരം കാനനം തന്നെ ദഹിപ്പതിനായിട്ടു കാംക്ഷ മുഴുത്തൊരു വഗ്നിയപ്പോൾ വീരമായുള്ള ധനഞ്ജയൻ തന്നോടു വിപ്രനായി ചെന്നു പറഞ്ഞാൻ മെല്ലെ ചുട്ടുകൊണ്ടേറ്റവും ദീനനാകുന്ന ഞാൻ ചുത്തിനെ തീർത്തി പോലെ കണ്ടില്ലെങ്ങും ഭക്ഷണം തന്നിക്ഷണമെന്നുടെ കുക്ഷിയെ പൂരിച്ചു രക്ഷിക്കേണം പാവകനിങ്ങിനെ ചൊന്നതു കേട്ടൊരു പാണ്ഡവ വീരനും ചൊന്നാനപ്പോൾ സജ്ജനെ പൂജ ചെയ്വതിനായല്ലോ സജ്ജനായുള്ളൂ ഞാൻ പണ്ടേ ഇച്ഛയെ ചൊല്ലിനാൽ ഇപ്പോഴേ നൽകുവൻ അച്യുതൻ തന്നൂടെ പാദത്താണേ തങ്ങളിലിങ്ങിനെ ചൊന്നൊരു നേരത്തു പങ്കജനാഭനുണർന്നു നന്നായി സാരനായുള്ളൊരു പാർത്തന്റെ ചൊൽ കേട്ടു ആരണനില്ലിവൻ വഗ്നിദേവനാൻ വഗ്നി എന്നിങ്ങനെ കേട്ടൊരു പാർത്തനും വന്നിച്ചു നിന്നു പറഞ്ഞാരപ്പോൾ ഭാഗ്യവാനെങ്കിൽ ഞാൻ നിന്നൂടെ വാഞ്ചിതം മാർഗമായി നൽകുന്നതുണ്ടു ചൊന്നാൽ ഇന്നതു വേണമെന്നുള്ളതു ചൊല്ലണം എന്നതു കേട്ടൊരു വഗ്നി ചൊന്നാൻ വാനവർക്കോനുടെ കാപ്പായി നിന്നൊന്നി കാനനമെന്നതോ കേൾപ്പുണ്ടല്ലോ എന്നതു കൊണ്ടു കൊതിക്കുന്നു ഇന്നിതു നൽകുകിൽ നന്നായിതും എന്നതു കേട്ടൊരു പാർത്തനും ചൊല്ലി ഞാൻ നന്ദജൻ തന്മുഖം നോക്കിയപ്പോൾ പാവകൻ തന്നോടു നിന്നൂടെ വാഞ്ചിതം പാരാതെ പൂരിക്ക എന്നിങ്ങനെ പാവകൻ താനതു കേട്ടൊരു നേരത്തു പൂരിച്ചു നിന്നൊരു മോദത്താലേ കാനനം തന്നെ ദഹിച്ചു തുടങ്ങിനാൻ വാനവർ കോനെയും പേടിയാതെ പൊട്ടിപ്പൊരിഞ്ഞുള്ളൊരൊച്ച കൊണ്ടേറ്റവും ഞെട്ടിച്ചു നിന്നുടനാശയെല്ലാം ഭീമങ്ങളായുള്ള ധൂമങ്ങൾ അന്നേരം വ്യോമത്തിലെങ്ങുമേ പൊങ്ങി നിന്നു നാഗത്തിൽ ചെന്നങ്ങു വാസവൻ തന്നോടു വേഗത്തിൻ ചൊല്ലുവാൻ എന്ന പോലെ ഘോരങ്ങളായുള്ള സിംഹങ്ങളെല്ലാം ഈ പാരം കരഞ്ഞു തുടങ്ങിയപ്പോൾ വാനിലിരുന്നൊരു വാസന്തൻ തന്നെ ഈ കാനനം നിന്നു വിളിക്കും പോലെ ചൂടേറ്റു നിന്നുള്ളൊരാണെല്ലാം ചാരത്തു തുടങ്ങി ജനിച്ചു ചാടിത്തുടങ്ങിയതു നാലു പാടും ദേഹത്തെ കൈവിട്ടു പോകുന്ന വായുക്കൾ ദേഹത്തിനുള്ളിൽ നിന്നെന്ന പോലെ സിംഹങ്ങളായുള്ള മാതംഗയുധങ്ങൾ സിംഹങ്ങൾ നിന്നേടം ചെന്നണഞ്ഞു സാമാന്യനായൊരു വൈരി വരും നേരം വാമന്മാർ തങ്ങളിൽ ചേർന്നു ന്യായം വേഗുന്ന ദാരുവെ കൈവിട്ടു മറ്റൊന്നിൽ വേഗത്തിൽ ചാടിയതു വാനരങ്ങൾ മറ്റൊരു ദേഹത്തിൽ കൈവിട്ടു ദേഹിതൻ മറ്റൊരു ദേഹത്തിൽ ചാടും പോലെ മാഴ്കി നിന്നിരുന്ന സുഖരയുധങ്ങൾ പോകരുതാനും മടങ്ങി പിന്നെ പാവകൻ തന്നോടു കൂടിയത എല്ലാമേ പാവന ചെയ്കയാൽ എന്നേ വേണ്ടു ഓടി വരുന്നൊരു വഗ്നിയെ കണ്ടിട്ടു പേടിച്ചു പായുന്ന വമ്പൂലികൾ സിംഹത്തെ തങ്ങളെ കണ്ടുള്ള ഓക്കൾ തൻ വേദന ഇങ്ങനെ എന്നങ്ങറിഞ്ഞുതപ്പോൾ ചുഴച്ചു വന്നൊരു പാവകൻ തന്നോട് ചുടുറ്റു നിന്നു കരഞ്ഞു മേന്മേ ചാട്ടം തുടങ്ങിന കാട്ടുമൃഗങ്ങൾക്കും
കൂട്ടരെയൊന്നും വേണ്ടിയിലപ്പോൾ അന്ത്യത്തിലിങ്ങു വനസ്ഥരായുള്ളോർക്കു ബന്ധുവിരാഗമോ ചേരുമല്ലോ. ദർപ്പം കലർന്നുള്ള സർപ്പങ്ങളെല്ലാം തൻ മസ്തകം ചാലപ്പരത്തി നിന്നു. വേവുറ്റു മേവുമാ കാനനം കൈക്കൊണ്ടു പാവകൻ തന്നെ വിലക്കും പോലെ. ഓം ശ്രീകൃഷ്ണായ നമ. വ്യഗ്രങ്ങളായുള്ള കേകികൾ പീലിതൻ അഗ്രങ്ങൾ ചൂഴും നിഴന്നൂതപ്പോൾ വാനവർ നായകൻ വാരാഞ്ഞതെന്തെന്നു കാനനം നോക്കുന്നതെന്ന പോലെ. കോകിലനാദമു കേഴുന്ന നേരത്തും കോമളമായിട്ടു വന്നുതത്രേ. മാധുര്യരാമങ്ങൾ ചാകുന്ന നേരത്തും മാധുര്യമാണ്ഡവർ ചാകുന്ന നേരത്തും ചാതുര്യം കൈവിടാതെന്നു വന്നു. വേവുറ്റു നിന്നൊരു വേദണ്ഡൻ യുധമും പാവകൻ തന്നിലെ മുങ്ങും നേരം പൊങ്ങി നിന്നിടുന്ന തുമ്പിക്കരങ്ങളെ എങ്ങുമേ കാണായി നീളയപ്പോൾ. ആരബ്ധമായൊരു ബാണൻ ഗൃഹത്തിൻ്റെ വാരുറ്റ തൂണുകൾ എന്ന പോലെ. പുഷ്ടനായുള്ളൊരു പാവകനിങ്ങിനെ തുഷ്ടനായി നിന്നു കളിക്കും നേരം കാട്ടിലെ നിന്നുള്ള ജീവങ്ങൾക്കെല്ലാമേ കോട്ടാളന്നു മുടിഞ്ഞുകൂടി പാണ്ഡവ വീരന്റെ വമ്പിനാലിങ്ങിനെ കാണ്ഡവ കാനനം വേഗം നേരം. അക്ഷതനായൊരു തന്നൂടെ രക്ഷകനായൊരു പുരന്ധരൻ താൻ മെല്ലവേ കേട്ടു നിന്നുള്ളിലറിഞ്ഞിട്ടു തള്ളിയെഴുന്നൊരു കോപത്താലെ വാരിതജാലങ്ങളോടു കലർന്നുടൻ മാരിയെ പിയിച്ചു പോന്നു വന്നാൻ. ദീനത കൈവിട്ടു ദൂരത്തു നിന്നൊരു കാനനം തന്നിലും പാവകൻ താൻ വെന്തതു കാണുക പുരന്തര മാനസം ചിന്തിച്ചു കാണുകയാ വിചിത്രമത്രേ. പുഷ്പിതമായുള്ളൊരു വൃഷ്ടിയെ കണ്ടിട്ടു വീരന ചൊല്ലിനാൻ വീതിഹോത്രൻ. കഷ്ടമായി വന്നൂതേ വൃഷ്ടിയെ കണ്ടാലും നഷ്ടമായി പോകുന്നതുണ്ടു ഞാനോ എന്നതു കേട്ടൊരു പാകണ്ട വീരൻ താൻ മയതുമേ പേടിയായി എന്നു ചൊല്ലി. കുംഭർഗോൻ തന്നൂടെ വമ്പിനെ പോക്കുവാൻ അമ്പുകൾ കൊണ്ടു ഗൃഹം ചമച്ചാൻ. പാലിച്ചു പെയ്യുന്ന മാരിതാനേതുമേ ചോരാത വണ്ണം അടച്ചു നിന്നായി എന്നതു കൊണ്ടു പിണങ്ങിനാൻ പിന്നെയ നിന്നൊരു മന്നവൻ തന്നോടപ്പോൾ. വാനവർനാഥനെ കാനനം തന്നൂടെ പാലനം വല്ലിലായൊന്നുകൊണ്ടും ഗർഭിതമായുള്ള മാനവന്മാരുടെ ശില്പിയായുള്ളൊരു മയന്താനപ്പോൾ. പാവകൻ തന്നിൽ പതിച്ചൊരു നേരത്തു ഭാഗിച്ചു നേരെ പാവകൻ തന്നിൽ പതിച്ചൊരു നേരത്തു പാലിച്ചു കൊണ്ടാന വാസവി താൻ. പാലിച്ചു കൊണ്ടതു മൂലമായി അങ്ങവൻ നീലക്കാർ വർണ്ണൻ താൻ ചൊല്ലിനാലേ. വൈദികളായോർക്കു ഭൂതലം തന്നെയും വൈദികളായോർക്കു ഭൂതലമെല്ലാമേ വാരി എന്നിങ്ങനെ തോന്നും വണ്ണം ആശ്ചര്യമായുള്ളൊരാസ്ഥാന മന്ദിരം കാഴ്ചയായി നൽകിനാൻ ധർമ്മജനും. ചിന്തിച്ചതെല്ലാമേ ബന്ധിച്ചു നിന്നിട്ടു സന്തുഷ്ടനായൊരു വഗ്നി പിന്നെ പാണ്ഡുരമായുള്ള വാജികൾ തന്നെയും ഗാണ്ഡീവമാകുന്ന ചാപത്തെയും ശൗണ്ഡത തന്നാലെ ഗാണ്ഡവം നൽകിന പാണ്ഡവനായി കൊടുത്താനപ്പോൾ. പാവകൾ നൽകുമ പാമൃതം തന്നെയും പാരാതെ വാങ്ങുക ആത്താനപ്പോൾ. സുന്ദരനായൊരു നന്ദജനിന്നാലെ മന്ദിരം തന്നിലകത്തു പുക്കാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അടുത്തതായി രാജസൂയമാണ് പാരായണം ചെയ്യേണ്ടത്. ഈ താണ്ഡവദാസം സത്ഭഗവാന് സമർപ്പിക്കുകയാണ് രാജസൂയം. നന്ദജനമ്പോടു മന്ദിരം തന്നിലെ നന്ദിച്ചു നിന്നുടു വന്നൊരു നാൾ നിർമ്മലനായൊരു ധർമ്മജന്മാവുതനമ്പജലോചനൻ തന്നെ നോക്കി. ആസ്ഥാന മന്ദിരം തന്നിൽ നിന്നോർത്തൊരു വാർത്തയെ ചൊല്ലിനാൻ ആസ്തയോടെ. കാരുണ്യവാരിധിയായൊരു നിന്നുടെ
മുണ്ടെന്നിലെങ്കിലിപ്പോൾ സത്വരം ചെയ്യൽ ആശയുണ്ടേറ്റവും ഉത്തമമായൊരു രാജസൂയം. ആവതല്ലാത്തതു ചിന്തിച്ചു കൊണ്ടല്ലോ കേവലമാശതാൻ മേവി ന്യായം. ധർമ്മജൻ തന്നെ ചൊല്ലിനെ കേട്ടുള്ളൊരംബുജലോചനൻ ചൊന്നാനപ്പോൾ യോഗ്യമായുള്ളതിൽ ആശ ചെന്നിടിനാൻ ഭാഗ്യവാൻ എന്നല്ലോ വന്നു ന്യായം. വൈകല്യം വാരാതെ സാധിച്ചു നിന്നിടും വൈകാതെ നിന്നുടെ രാജസൂയം. നിങ്കജം വെല്ലുന്ന സോദരന്മാരെ നീ വിദ്യയത്തിനു നിയോഗിക്കെന്നാൽ എന്നതു കേട്ടൊരു ധർമ്മജൻ ചൊല്ലാലെ നിന്നൊരു സോദരി വീരരെല്ലാം പെട്ടെന്നു ചെന്നോരോ മന്നവന്മാരോട് മുട്ടിപ്പിണഞ്ഞു കതിർത്തു നേരെ. താഴാതെ കണ്ടു ജയിച്ചവർ നൽകിന കോഴയും കൊണ്ടിങ്ങു പോന്നു വന്നാർ. മാഗധൻ തന്നെ ജയിച്ചില്ലേ എന്നിട്ടു മാഴ്കി നിന്നിടുമ മന്നവന്റെ മാനസം കണ്ടു പറഞ്ഞു നിന്നിടിനാൻ മാനിച്ചു മാഴ്കാതെ മാധവൻ താൻ. പാർത്ഥനും ഭീമനും ഞാനുമായി ചെന്നു നിന്നാർത്തിയെ പോക്കുന്നതുണ്ടു നേരം. ഇങ്ങനെ ചൊന്നവർ മൂവരും ഒന്നിച്ചു സങ്കര കാക്ഷികളായി പിന്നെ മാരണകർമ്മത്തിൻ കാരണരായി നല്ലാരണരായി ചമഞ്ഞു നേരെ. മാഗധ മന്ദിരം നോക്കി നടന്നാര മാധവ ഭീമധനഞ്ജയന്മാർ. വീരനായുള്ളൊരു മാഗധൻ താനപ്പോൾ ആരണർ വന്നതു കണ്ട നേരം ഉത്തമമായൊരു പൂജയെ ചെയ്തിട്ടു ഭക്തിയെ പൂണ്ടു തെളിഞ്ഞു ചൊന്നാൻ. നൽവരം നൽകിന നിങ്ങളി വന്നതു നൽവരവായിട്ടു വന്നു തെന്നാൽ എന്തൊരു കാംക്ഷ കൊണ്ടെന്നുടെ ചാരത്തു വന്നു തെന്നുള്ളതും ചൊല്ല വേണം. ചാരത്തു വന്നിട്ടകപ്പെട്ടു നിന്നു ഞാൻ ആരായ വേണ്ടുന്ന നിങ്ങളല്ലോ. ഇങ്ങനെ ചൊല്ലുന്ന മാഗധൻ പിന്നെയും തന്നിലെ ചിന്തിച്ചപ്പോൾ പങ്കജലോചനൻ തന്മുഖം കണ്ടിട്ടു ശങ്കിതനായിട്ടു നിന്നു ചൊന്നാൻ. പണ്ടു ഞാൻ എങ്ങാനും കണ്ടൊരു ദേഹം എന്നുണ്ടെനിക്കുള്ളിലെ തോന്നുന്നിപ്പോൾ. എന്നിലമെന്നതു ചൊല്ലുവാൻ വല്ലേ ഞാൻ എന്നിലമെന്നതു ചൊല്ല വേണം. മാഗധനിങ്ങനെ ചൊന്നതു കേട്ടൊരു മാധവൻ ചൊല്ലിനാൻ മന്ദമപ്പോൾ യാദവന്മാരോടു പോർക്കു തുനിഞ്ഞു നീ യാതനയായില്ലയോ പണ്ടൊരു നാൾ. അന്നു ഞാൻ കണ്ടതെന്നിങ്ങനെ കേട്ടപ്പോൾ പിന്നെയും ചൊല്ലിനാൻ മാഗധൻ താൻ. കൊണ്ടൽ നേർ വർണ്ണനൻ ഇണ്ടലും പൂണ്ടിട്ടു മണ്ടുന്നതെല്ലാമേ കണ്ടു തല്ലി. എന്നത് കേട്ടൊരു മാധവൻ ചൊല്ലിനാൻ നിന്നൊരു മന്നവൻ തന്നോടപ്പോൾ ചീറ്റവും കൈവിട്ടു പോറ്റിയും ചൊല്ലിട്ടു തോറ്റങ്ങും മണ്ടുന്ന തേറ്റമപ്പോൾ. 5-6 വട്ടമല്ലെന്നു ഞാൻ കണ്ടതോ ചെഞ്ചമ്മേ കേൾപ്പതിനേഴു വട്ടം. മാനിയായുള്ളൊരു മാഗധൻ എന്നപ്പോൾ ആനനം തന്നെയും താഴ്ത്തിച്ചൊന്നാൻ. ആരണർ ചൊന്നതിനുത്തരം ചൊല്ലുവാൻ ആരുമേയില്ലായി പാരിടിപ്പോൾ. ആരെന്നു ചൊല്ലേണം കേവലം നിങ്ങളെ ആരണരല്ലെന്നേ തോന്നുന്നിപ്പോൾ. ശങ്കിതനായൊരു മാധവൻ തന്നോട് പങ്കജൻ യോജനൻ ചൊന്നാനപ്പോൾ ആദ്യമാണ്ടിങ്ങനെ നീളെ നടന്നിട്ടു താന്തരായി നിന്നുള്ള പാന്തർ ഞങ്ങൾ ദാനങ്ങൾ ചെയ്യുന്ന നിന്നുടെ ചാരത്തു ദീനത്തെ പോക്കുവാൻ വന്നതിപ്പോൾ. ഇച്ഛയെ ചൊല്ലിന നൽകുന്നി എന്നിട്ടു നിശ്ചയമുണ്ടായേ ചൊല്ലുവാനാവും. മാധവൻ ചൊല്ലിനെ കേട്ടൊരു മാഗധൻ ചൊല്ലിനാൻ മാനിച്ചപ്പോൾ ആജ്ഞ കൊണ്ടെല്ലാമേ സാധിച്ചു കൊള്ളുവാൻ പ്രാജ്ഞന്മാരെല്ലായി നിങ്ങളെന്നാൽ. ചൊല്ലുന്നതെല്ലാമേ നൽകുന്നതുണ്ടു ഞാൻ ചൊല്ലാവനേതുമേ ശങ്കിക്കേണ്ട. പ്രാണങ്ങൾ തന്നെയും നൽകുവാൻ ചൊല്ലുകിൽ കാണങ്ങളെന്നതോ പിന്നെയല്ലോ. സത്യമായി നിന്നിവൻ ഇങ്ങനെ ചൊന്നപ്പോൾ സത്വരം ചൊല്ലിനാൻ നന്ദജൻ താൻ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. യുദ്ധത്തെ കാമിച്ചു വന്നതു ഞങ്ങളിൽ നിർധരനായൊരു നീയുമായി. ഭീമനിന്നതു പാർത്ഥനൻ നിന്നതു വാമാനായുള്ളൊരു മാധവൻ ഞാൻ. ഞങ്ങളിൽ മൂവരിൽ ആരെന്നു ചിന്തിച്ചു സങ്കേതത്തിനു തുനിഞ്ഞുകൊള്ളി. നന്ദജൻ ഇങ്ങനെ ചൊന്നൊരു നേരത്തു മന്നവനേറ്റം ചിരിച്ചു ചൊന്നാൻ. നിന്നോട് കൂടിന സങ്കരൻ നിൽക്കട്ടെ മന്നവന്മാരിലരെന്നെ വേണ്ടു. കണ്ടൊരു നേരത്തു മിണ്ടൂതം ചെയ്യാതെ മണ്ടുവായല്ലോ നീ പണ്ടേ പോലെ. അന്നു പോയ അമ്പൂതി തന്നിൽ മറഞ്ഞു നീ ഇന്നു വെളിച്ചത്തു വന്നായല്ലോ. കോമളനായൊരു വാർത്തനെ കാണുമ്പോൾ ഓമനിപ്പാനല്ലോ തോന്നി ന്യായം.
ഭീമനായുള്ളൊരു ഭീമനെ എന്നോട് വാമനായി നിന്നു കൊതിർപ്പാനാവൂ. ഇങ്ങനെ ചെന്നുടൻ ഭീമനോടൊന്നിച്ചു സങ്കരമായി പിണഞ്ഞാനപ്പോൾ. നൽകത കൊണ്ടങ്ങു താടനം ചെയ്യുകയും അങ്ങുമിങ്ങും വീരന്മാർ കൊല്ലുന്ന നേരത്തെ സങ്കരം ഘോരമായി വന്നിതു പരമപ്പോൾ. ഗർഭമിഴന്നുള്ള കേസരി വീരന്മാർ കൽപ്പോടു നിന്നു കൊതിർക്കും പോലെ കാർമുകിൽ വർണ്ണന്തൻ കാരുണ്യം തന്നാലെ വാമനാമേവുന്ന ഭീമനപ്പോൾ. മന്ദനായുള്ള ഒരു മകതം തന്നോടെ അന്ധകനായി വന്നാൽ എന്നെ വേണ്ടു വിട്ടുവിട്ടേടിനാമെന്നാരെല്ലാരുമേ പെട്ടെന്നു ചെന്നങ്ങഴിച്ചു. പിന്നെ ഇഷ്ടങ്ങളായുള്ളതൊന്നും നൽകിയിട്ടു തുഷ്ടന്മാരാക്കിയാൽ പോയ ദാക്ഷൻ തന്നോടെ നാട്ടിലെന്നാക്കിയിട്ടു ധന്യന്മാരുടെ ഞാൻ പണ്ടേ പോലെ വീരന്മാരായുള്ള പാണ്ഡവന്മാരുമായി പരാതി നീങ്ങു വന്നു. പിന്നെ സന്താപം കൊണ്ടൊരു ധർമ്മജൻ ഉള്ളത്തിൽ സന്തോഷം ഭോഗിച്ചാൻ പാരമപ്പോൾ. സമ്മോദം കൊണ്ടൊരു ധർമ്മജൻ മാവുതൻ ധർമ്മലമായുള്ളൊരാരണരെ യജ്ഞത്തിനായി വാരിച്ചു കൊണ്ടിടിനാൻ അജ്ഞത വേറിട്ടാലെന്നു ന്യായം. മാനിതന്മാരായുള്ള അരണരെല്ലാവരും മാധവൻ ചൊല്ലാലും മാനിച്ചപ്പോൾ സൂക്ഷിച്ചുകൊണ്ടങ്ങു വേദങ്ങളെല്ലാമേ ദേഷിപ്പിച്ചിടിനാർ മന്നവനെ. സമ്പാദ്യമായുള്ള സംഭാരമെല്ലാമേ സമ്പാദിച്ചമ്പോടു മുമ്പിനാലെ നേരറ്റു നിന്നൊരു വേദിയും നിർമ്മിച്ചിട്ട് ആരംഭിച്ചിടിനാൻ രാജസൂയം. വാസവൻ മുൻപായ വാനവരെല്ലാവരും വാനിൽ നിന്നേരം പോന്നു വന്നാർ. മാമുനിമാരും മറ്റുള്ളവരുമെല്ലാവരും മാഴ്കാതെ വന്നു തുടങ്ങിയപ്പോൾ ദാനങ്ങൾ കാമിച്ചുള്ള അരണരോരോരോ ബാലകന്മാരുമായി വന്നു. പിന്നെ വേദത്തിൽ ചെന്നങ്ങു വേദി തൻ ചാരത്തു വേദങ്ങളോദിനീതിയോടെ ഉന്നതരായുള്ള മന്നവരെല്ലാവരും വന്നു തുടങ്ങിന വാരി പോലെ. ചേലയും പൂടിഞ്ഞിടുന്ന സേവകന്മാരുമായി ചൊവ്വിനോടെ മാനത്തെ പൂണ്ടുള്ളൊരാനർത്ത വീരരെ കാലത്തെ വന്നതു കാണായപ്പോൾ വഞ്ചിതരായുള്ള പാണ്ഡാലരെല്ലാവരും ചാഞ്ചല്യം കൈവിട്ടു വന്നാരപ്പോൾ. കുഞ്ചരമേറിയ സുഞ്ജയ വീരരെ പുഞ്ചിതരായിട്ടു കാണായപ്പോൾ സാല്യന്മാരെല്ലാവരും മാല്യവും പൂണ്ടു ചമഞ്ഞു വന്ന ക്ഷുദ്രന്മാരല്ലാത്ത മദ്രകന്മാരെയും ഭദ്രന്മാരായിട്ടു കാണായപ്പോൾ കങ്കണം കൊണ്ടുള്ള കോങ്കണ വീരർ അങ്കണം തന്നിൽ നിറഞ്ഞൊരുങ്ങും കമ്രന്മാരായിട്ടു വെണ്മയിൽ വന്നാര കർമ്മരായി നിന്നുള്ള ശുംഭന്മാരും തുങ്കന്മാരായ കലിംഗന്മാരെല്ലാവരും ഭംഗികൾ പൊങ്ങിന പങ്കന്മാരും മേളം എഴുന്നുള്ള കിളികളാളുന്ന ചോളന്മാരും ആകുലരാകാതെ കേകയ വീരരും ആൾക്കാരെ വാഴുന്ന മകതരം വേർവാക്കി നിന്നുള്ള വിജയം കൊണ്ടുവന്നെ പാളഭൂ ഭൂപാല വീരന്മാരും അന്തകനഞ്ചുന്ന കുന്തള വീരരും ബന്ധുര സിന്ധുമകേന്ദ്രന്മാരും സൗന്ദരായി നിന്നുള്ള പാണ്ഡ്യമഹീശനും പാണ്ഡവ മന്ദിരം തന്നിലായി അന്യന്മാരായുള്ള മന്നവർ പിന്നെയും വന്നിടിന വായ്പിനോടെ ആഴികൾ നാലിനകത്തുള്ള ലോകരിൽ അരിങ്ങ വരാഞ്ഞവരെന്നെ വേണ്ടു ആകരായുള്ള ലോകരങ്ങെല്ലാവരും അതേരവോടെ ഓടങ്ങിയിരുന്നു ഊമിങ്ങും. ഹസ്തം കൊണ്ട് ഓരോരോ വാർത്ത തുടങ്ങിയ ഹസ്തരായുള്ളവരെ കൊന്തൽക്കയാലിങ്ങൾക്ക് നാനാവിധങ്ങളും അലാപജാലങ്ങളുണ്ടായപ്പോൾ ഒന്നിനോടൊന്നുമേ സംഗതി കൂടാതെ ഉന്മത്തട്ടുള്ളുന്ന ചുല്ലുപോലെ ഒട്ടുപോലുണ്ടല്ലോ എന്ന് വന്നിതിങ്ങെല്ലാവരും തൊട്ടുകൊണ്ട് എന്നോട് മേനിതോഴ ഓണി പേരുണ്ട് വശം കേട്ടതല്ലേ മാണികളൊന്നും മാറിയില്ല. ഇപ്പോൾ തേണിട്ടു വീണത് ഞാനറ്റു പോയിട്ട് മാണിക്യം കൊണ്ട് നിറഞ്ഞ കൂടി ആനകൾ വന്ന് നിറഞ്ഞത് കണ്ടാലും കാനന നാരിമാനത്തത് ഏറ്റവും തരത്തിരുന്നൊരു ചുണ്ടികൾ കണ്ടല്ല സാരസ്യമില്ല എന്നാരെക്കാട്ടും പൂരത്തിനായിട്ട് സൂര്യതാൻ ഇന്നലെ വേറെ വന്നത് കണ്ടായും ഭരിച്ചു വന്നൊരു ഭരിച്ചോടുണ്ടല്ലോ കരട്ടു വേണ്ടൊരു കാലം കൊണ്ട് കറുത്തും പോലെ ഞാൻ കൂടം തന്നെ പോകണ്ടോ ചോടാവോ നിഷ്കൂടം തന്നെ പോകുന്നവനെ പുൽക്കൂടമുള്ളവ മിക്കതും വന്നു തോമക്കൂടി കൊണ്ടേ ശമിപ്പോൾ കൂടി തോരണമൊക്കവെ കണ്ടാലും പുസ്തക തീർത്ഥത്തിൽ പോകുന്നു പുൽക്കൂടത്തിന് കീഴിൽ നിൽക്കുന്ന കാര്യതു വിൽക്കുന്നവരെല്ലാം വില്ലു ഞാനോ നല്ലൊരു നാരിയിൽ നല്ലതിൻ നാരീതൻ പണ്ടത്തോളുണ്ടല്ലോ കയ്യിൽ കൂടെ പൊങ്കന വാങ്ങിനാൽ എങ്ങനെ
അങ്കന്മാർ വന്നതിന് പിന്നാലെ വന്നതാർ ഗംഗയിൽ മുങ്ങിനാർ മുപരിനാൾ കുണ്ടത്തിനേതുമേ കുറ്റമില്ലല്ലേ ചൊല്ലണ്ടത്തിൽ കൊണ്ടു തണ്ണിക്കുന്നു രമ്പയ്ക്കു നല്ലൊരു തമ്പന്നാൻ എന്നെ ഇവൻ കുംഭങ്ങൾ നാലു കുംഭം പോലെ മേനത്തന്നേക്കമ്മല്ലല്ലേ ചൊല്ലി മേനയിൽ മേവുന്നു പിന്നെല്ലാം വൃശ്ചികരാശിയിൽ വിഷരായി ആയല്ലേ ചെവി ചേരുന്നു പാരാമിപ്പോൾ സൂചികാമുണ്ടായത് അല്ലല്ലേ ചോദ്യയിലായതോ തന്താൻ 32 ഒരുപാട് സങ്കടം 34 തിങ്കൾ വാത്സല്യമുണ്ടല്ലേ മത്സ്യങ്ങൾ വന്നതു കണ്ടു തല്ലി ആഴികളേഴിൻ്റെ ആഴത്തെ ചൊല്ലാമോ പാഴമായുള്ളൂ നീ പൈതൽ കണ്ടാൽ നാരകമാമുനി ചാരത്തു വന്നതോ വാരിജക്കോരക വാങ്ങിക്കൊള്ളേ കൊൽച്ചിലം കൊണ്ടുകൊല്ലോ നിശ്ചയിൽ കൊള്ളുവന്ന് ശിവർ സേവിപ്പു നോവൊഴിവാൻ മുക്കണ്ണൻ പാദങ്ങൾ ഉൾക്കാമ്പിലാക്കി മൈക്കണ്ണി വന്നതും കണ്ടായോ നീ നർത്തകന്മാരുടെ നൃത്തങ്ങൾ കണ്ടുകൊള്ളു മർത്യരിൽ കൂടുമോ മാധവൻ താൻ കാമ്പോജന്മാരുടെ കാന്തിയെ കാൺകേടു ജാമ്പവും തന്നെ മേനി പോലെ വ്യാഖ്യാനമെങ്കയിലാക്കുന്നതെങ്ങനെ ഓക്കാനമുണ്ടെങ്കിൽ ഓർക്ക വേണം നേത്രങ്ങളെന്നു ചുവന്നു തുടങ്ങുന്നു ശാസ്ത്രങ്ങൾ ശീലമായില്ലേ ഇപ്പോൾ അശ്വങ്ങൾക്കാകുന്ന വശ്യങ്ങൾ എന്തൊന്നു നിന്നലെ വന്നുകൂടി അന്ധനായുള്ളൊരു പാന്തനെ കണ്ടാലും മന്ധര എന്നവൾ മാനിയോ വാളിലേക്കിടുന്നതാജീവൻ ചൊല്ലു നീ കളയിക്കൊള്ളുവാനെന്നെയാവൂ മാലയ്ക്കു കൊള്ളണം മാലതി പൂവെല്ലാം ശൂലയ്ക്കു നന്നല്ല പാലു തൊഴി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. രാജസൂയം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പാരായണം ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്. ശ്രീ വിഷ്ണു ഭുജംഗപ്രയാഗ ശങ്കരാചാര്യ വിരചിതം. ഓം തത്സത്. വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം